morning. Good morning. നമ്മള് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ അല്ലെ അത് കുറച്ച് എടുത്ത് തുടങ്ങിയായിരുന്നു. എല്ലാവരും അത് എടുക്കുക. നിങ്ങള് 4 അല്ലെ 5 ഇതാണ് ഞാൻ എടുത്ത് നടത്തിയത്. വായിച്ചു നോക്കിയായിരുന്നോ? വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് അല്ലെ എക്യുപ്മെന്റ്സ് ആണ് ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിത്യേന അല്ലെ ചിലർക്കെങ്കിലും അനുഭവപ്പെടുന്ന ഉപകരണങ്ങളാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് നെക്സ്റ്റ് ഭാഗം എന്താണ്? ഇലക്ട്രോകാർഡിയോഗ്രാഫ്. അത് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയായിരുന്നു. അപ്പൊ ECG മുതലാണ് നമുക്ക് എടുക്കേണ്ടത്. കുറച്ച് മെഷീൻസ് ഇന്ന് നോക്കാം. ഇലക്ട്രോകാർഡിയോഗ്രാഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയുമ്പോൾ ECG മെഷീൻ ആണ്. നമ്മൾ എപ്പോഴും ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോകാർഡിയോഗ്രാഫ് നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും അത് ഗ്രാഫ് ഒരു ചാർട്ട് പേപ്പർ ആയിരിക്കുമല്ലോ. പക്ഷെ മെഷീന്റെ പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്നുള്ളത്. അപ്പൊ അത് തന്നെ അത് പ്രധാനമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു സ്പന്ദനാവസ്ഥകള് അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് വരച്ച് നമ്മൾ മിക്കവാറും തന്നെ അല്ലേ കാണാറുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഒന്നും ECG എടുത്തിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ECG സാധാരണയായിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഇതിന്റെ കൂടുതൽ കുറച്ച് സംഭവങ്ങളുണ്ട് അല്ലെ. അതെല്ലാം അകത്തേക്ക് ഘടിപ്പിച്ച് ശരീരത്തിന്റെ ഇലക്ട്രോഡുകൾ എല്ലാ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും ഘടിപ്പിച്ചിട്ട് അതിലൂടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കറണ്ട് വൈദ്യുത പ്രവാഹം കടത്തിവിട്ടിട്ടാണ് ഈ ഹൃദയത്തിന്റെ ഒരു സ്പന്ദനം മനസ്സിലാക്കിയെടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രോകാർഡിയോഗ്രാഫി is the process of recording the electrical function of the heart over a period of time using electrodes which are put on the skin. അതായത് ഇലക്ട്രോഡ്സുകളെല്ലാം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ അല്ലെ ത്വരിപ്പറങ്ങളിലാണ് അത് വെച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ചെറിയ രീതിയിലുള്ള വൈദ്യുത പ്രവാഹം കടത്തി വിട്ടിട്ട് ഹൃദയത്തിന്റെ ആ ഒരു എങ്ങനെയാണ് അത് കൃത്യമായി തന്നെയാണോ. ഇപ്പൊ നമുക്കറിയാം ഹാർട്ട് ബീറ്റിൽ ശരിക്കും ആ താളത്തിൽ തന്നെ ഫ്ലോ ചെയ്യണം അല്ലെ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെതായ സംതിങ് റോങ് ആണെന്നുള്ളത്. അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്ത് അല്ലെ കൃത്യമായ സമയം കാലയളവ് എടുത്തിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ആ സമയത്തിനുള്ളിൽ കൈകാര്യം നമ്മുടെ ഹൃദയത്തിന്റെ ആ താളത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഇലക്ട്രോഡ്സ് എന്താന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ശരീരത്തിന്റെ തൊലിപ്പുറത്ത് വന്നിട്ട് ആ ഒരു കാന്തിക പ്രവാഹം അതിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് ഘടിപ്പിക്കുന്ന ആ ഒരു സംഭവങ്ങളാണ്. ചിലരെല്ലാം കണ്ടിട്ടുണ്ടാവും. അത് തരത്തിലുള്ള വിവിധ ഭാഗങ്ങളിൽ അത് ഘടിപ്പിച്ചു അല്ലെ. അത് തൊലിപ്പുറങ്ങളില് സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ മെഷീന്റെ പ്രവർത്തനം ഉപയോഗപ്രദമാക്കുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളത് വെയിങ് മെഷീൻ. വെയിങ് മെഷീൻ എന്താണ്? നമ്മൾ പൊതുവെ നമ്മുടെ എന്താണ് അല്ലെ നമ്മുടെ വെയിറ്റ് നോക്കാനായിട്ട് ഇത്തരത്തിലുള്ള മെഷീൻസ് കയറിയിട്ട് വെയിറ്റ് നോക്കാറുണ്ട്. ഇതിൽ നോക്കാം. ഡിജിറ്റൽ സ്കെയിൽ ഈസ് കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ വിച്ച് മെഷേഴ്സ് മെനി റീഡിങ്സ് ദാറ്റ് ഇൻക്ലൂഡ് ബോഡി വെയിറ്റ്, ബോഡി ഫാറ്റ്, BMI. അതായത് നമ്മളുടെ അല്ലെ നമ്മള് ഹൈറ്റും വെയിറ്റും ഒക്കെ ഒരുമാതിരി ബാലൻസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം
അല്ലെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാകും. നമ്മുടെ വെയിറ്റ് ഹൈറ്റിനനുസരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് വെയിറ്റ് കൂടിയോ, അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് തന്നെയാണോ വെയിറ്റ് പ്രൊപ്പോർഷനായിട്ട് ആയിട്ടാണ് നിൽക്കണമെങ്കിൽ പ്രശ്നമില്ല. അത് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, കൂടിപ്പോയാലും എന്തെങ്കിലും സംതിങ് റോങ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹൈറ്റ് വെച്ചിട്ട് ഈ വെയിറ്റും കൂടി കൈകാര്യം. BMI എന്ന് പറയുന്നത് എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ് ആണ്. അതെ, ബോഡി മാസ് ഇൻഡെക്സ് ആണത് BMI എന്ന് പറയുന്നത്. ബോഡി മാസ് ഇൻഡെക്സ്, ബയോമാസ് അല്ല, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പൊ ആ സൂചിക വെച്ചിട്ട് ആ സൂചിക എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഹൈറ്റ് വെയിറ്റും കൂടി ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു ഇതാണ്. നമുക്കറിയാം ചിലതിലൊന്നും അത്രയും കടയല്ലേ കറക്റ്റ് വലിയ പ്രസിദ്ധികളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവര് ഹൈറ്റ് നോക്കി വെയിറ്റ് നോക്കി കഴിയുമ്പോൾ കുഴപ്പമില്ല, ഇത് പ്രശ്നമില്ലാത്തതാണ്. കുട്ടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ വെയിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം അതിനനുസരിച്ചിട്ട് എല്ലാ വെയിറ്റും അല്ലെങ്കിൽ എന്താണ് അതിലെന്തോ സംതിങ് റോങ് ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും. ചിലപ്പോൾ ഒരുപക്ഷെ ഭക്ഷണം അല്ലെ ആ കുട്ടി ശരിയായ വണ്ണം ഭക്ഷണം എടുക്കാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ അത് കൃത്യമായി തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അപ്പൊ അത് തന്നെയാണ് പറയുന്നത് a digital scale. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് weighing machine which measures the many readings. വ്യത്യസ്ത തരത്തിലുള്ള റീഡിങ്സുകൾ അവിടെ രേഖപ്പെടുത്തും. ദാറ്റ് ഇൻക്ലൂഡ് ബോഡി വെയിറ്റ്, ബോഡി ഫാറ്റ്, അതേമാതിരി തന്നെ BMI, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം, അതേമാതിരി തന്നെ ബോഡി വെയിറ്റ് മാത്രമേ തന്നെയാണ് ബോഡി ഫാറ്റ്. BMI എന്ന് പറയുമ്പോൾ ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത് എപ്പോഴും നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം അല്ലെ. ഒരുപാട് കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ സമ്പാദിക്കും. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും നിലനിർത്തി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ട്രോളീസ് ഇത് നമുക്ക് കാണാവുന്നതാണ്. മിക്ക ഹോസ്പിറ്റലിൽ അഡ്മിഷനൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ചിലയിടത്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അല്ലെ. അതിനേക്കാൾ ഉപരി പെട്ടെന്ന് നമുക്ക് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവര് ഈ ട്രോളി കൊണ്ടുപോകുന്നത് കാണാം. കാരണം അതില് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകും. എമർജൻസി ആയിട്ട് വരുമ്പോൾ പല കാര്യങ്ങളും എന്താണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട അവസ്ഥകളുണ്ടാവും. അപ്പൊ അതിന്റെ ഓരോ ട്രേകളിലും ഓരോരോ സാധനങ്ങൾ അവര് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്താണെന്ന് വായിച്ചു നോക്കാം. The objective of using trolleys in hospitals is to help to move things from one place to another place without any risk. ഒരുപാട് റിസ്കുകളൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് വസ്തുക്കളെ അല്ലെ അത് വഹിച്ചുകൊണ്ട് മൂവ് ചെയ്യാനായിട്ട് ചലിപ്പിച്ചുകൊണ്ട് പോവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രോളീസ്. Then hospital trolleys are crash craft trolley, medicine trolley, then SS dressing trolley and instrument trolley. നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ട്രോളിയാണ് എന്ത്? ക്രാഷ് ക്രാഫ്റ്റ് ട്രോളി. ക്രാഷ് ക്രാഫ്റ്റ് ട്രോളിയുടെ പ്രത്യേകത എന്താണ്? ആശുപത്രിയിലെ മെഡിക്കൽ ആയിട്ടുള്ള അല്ലെ എമർജൻസി സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ലൈഫ് സപ്പോർട്ട് ചെയ്യേണ്ട കുറച്ച് വസ്തുക്കളെല്ലാം അതിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഓരോ സാധനങ്ങൾ ഇപ്പൊ നമുക്കറിയാം ഒരു പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട മെഡിസിൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതുണ്ടാവും. ചിലപ്പോൾ ചില ചെക്ക് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടി ഒരു ട്രേയില് തന്നെ ഒരു ഇതിൽ തന്നെ ഉൾക്കൊള്ളിക്കുക. അപ്പൊ സാധാരണയായിട്ട് ക്രാഷ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഷെൽഫുകളോ ട്രേകളോ അല്ലെങ്കിൽ എന്താണ് ഒരു കൂട്ടം ഡ്രോകളൊക്കെ കൂടിയ ഒരു ട്രോളിയെയാണ് ശരിക്കും ക്രാഷ് ക്രാഫ്റ്റ് ട്രോളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ ഷെൽഫുകളിൽ അതായത് അതിനാവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സംഭവങ്ങളും ഉപകരണങ്ങളും പിന്നെ മറ്റു ഷെൽഫുകൾ വേറെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അങ്ങനെ വ്യത്യസ്ത ഷെൽഫുകൾ കൂടിയതോ അല്ലെങ്കിൽ ഡ്രോകൾ കൂടിയതോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു കൂട്ടം ഓരോ പ്ലേസുകൾ അല്ലെ നമ്മളിപ്പോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മാതിരി തന്നെ സെപ്പറേറ്റ് അങ്ങനെ സ്പേസുകൾ കൂടിയിട്ടുള്ള ട്രോളികളെയാണ് നമ്മൾ ക്രാഷ് ക്രാഫ്റ്റ് ട്രോളി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതേമാതിരി തന്നെ മെഡിസിൻ ട്രോളി ഉണ്ട്. അതായത് അതിന്റെ മെഡിസിൻസ് മാത്രം ഉപയോഗിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള മെഡിസിൻസ് മാത്രമായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും വാർഡുകളിലേക്കോ അല്ലെ എന്തെങ്കിലും ഔട്ട് പേഷ്യന്റ് എന്താ പറയുക ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ പോകുമ്പോൾ അവിടേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ട്രോളി പോകും. Then SS dressing trolley അതിലെന്താണ് പറയുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി. അത് ആ ഒരു സ്റ്റീൽ രീതിയിലാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം വന്നിരിക്കുന്നത്.
അപ്പൊ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും സംഭവങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടായിരിക്കുന്നത്. വ്യത്യസ്ത രീതിയിൽ അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ട്രോളി ആയിരിക്കില്ല എമർജൻസി കാര്യങ്ങൾക്ക്, മറ്റ് എമർജൻസി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മൾ കാഷ്വാലിറ്റിയിൽ ഉപയോഗിക്കുന്ന ട്രോളി ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് ഇത്തരത്തിലുള്ള സെയിം ട്രോളികളായിരിക്കും ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ ഓരോ അല്ലെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കി എടുക്കാം. ഇങ്ങനത്തെ ക്രാഫ്റ്റ് ട്രോളി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്ത ഷെൽഫുകളും ഡ്രോകളൊക്കെ കൂടിയ ഒരു ട്രോളിയാണ്. അതിൽ പ്രധാനമായിട്ട് മെഡിസിൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും എല്ലാം സെപ്പറേറ്റ് കീപ്പ് ചെയ്തിട്ട് അല്ലെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓരോന്നും വഹിച്ചുകൊണ്ട് പോകുമ്പോഴുണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം മാറ്റിയിട്ട് ഒന്നിച്ച് അത് ഒരേ സമയത്ത് എന്താണ് ആവശ്യം പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു ട്രോളിയാണ് ഫ്ലാഷ് ക്രാഫ്റ്റ് ട്രോളി. നമ്മൾ വേറൊന്ന് കാണാറുള്ളത് വീൽ ചെയർ അല്ലെ. വീൽ ചെയറും എല്ലാവരും തന്നെ കാണാറുണ്ട്. സാധാരണയായിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള പേഷ്യൻസ് അവർക്ക് ഫിസിക്കലി എന്തെങ്കിലും ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും വീൽ ചെയർ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം വലിയ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അസുഖത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അവർക്ക് സ്വമേധയിൽ നടന്നു പോകാനൊന്നും സാധിക്കില്ല. അപ്പോ എന്താണ് ഇത്തരത്തിലുള്ള വീൽ ചെയറിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. പെട്ടെന്ന് കിട്ടുന്ന ഇഞ്ചുറീസും അല്ലെ ആക്സിഡന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴും വീൽ ചെയർസ് ഒക്കെ ഉപയോഗിക്കും. ഈ വീൽ ചെയറുകളും വ്യത്യസ്തമായിട്ടുള്ള ഇതുകളുണ്ട്. നോക്കാം എന്താന്നുള്ളത്. വീൽ ചെയർ ഈസ് എ വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ്. ദ ഇൻസ്ട്രുമെന്റ് ഈസ് മൂവ്ഡ് മാനുവലി ബൈ ടേണിംഗ് ദ വീൽസ് ബൈ ദ ഹാൻഡ്. അതായത് നമുക്ക് വീൽ ചെയർ എന്ന് പറയുന്നത് ഒരു സാധാരണ വീട്ടിത്തരത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ റോഡുകളിലാണെങ്കിൽ എന്താണ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വീൽ ചെയർ. അതിലൊരു പ്രത്യേകത ഉള്ളത് അത് പറയുന്നുണ്ട്. ഇത് സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ മാനുവലി ഹാൻഡിൽ ചെയ്യാണ് അല്ലെ. അവർ ടേൺ ചെയ്ത് പേഷ്യൻസിനെ എവിടേക്കാണോ മൂവ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് തന്നെ അവര് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് വേറെ രീതിയിൽ അല്ലെ വേരിയസ് ഓട്ടോമാറ്റഡ് സിസ്റ്റംസും ഉണ്ട്. വ്യത്യസ്ത തരത്തില് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇപ്പൊ പുറത്ത് നമ്മൾ ഔട്ട്സൈഡേഴ്സിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അതായത് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലാതെ നമ്മൾ പുറത്ത് കാണുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് അവർ സ്വമേധയാ തന്നെ ചലിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം എന്താണ് അവര് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ബട്ടൺസ് അല്ലെ ഓരോ ബട്ടൺ അമർത്തുന്നതനുസരിച്ചിട്ട് തന്നെ ടേൺ ചെയ്യുകയും അല്ലെങ്കിൽ ഹൈറ്റ് അനുസരിച്ചിട്ട് തന്നെ അത് റേസ് ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്റ്റാമിന അതിനോട് കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും അതിൽ വരുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന വീൽ ചെയർസും ഉണ്ട്. അപ്പൊ മാനുവലി ഉപയോഗിക്കുന്നതുണ്ട്, പിന്നെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസിന്റെ ബേസിൽ നമ്മൾ വീൽ ചെയറും ഉപയോഗിക്കാവുന്നതാണ്. വീൽ ചെയർസ് ആർ യൂസ്ഡ് ഫോർ പീപ്പിൾ ഹു ഫീൽ വാക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ബിക്കോസ് ഓഫ് ഇൽനെസ്, ഫിസിയോളജിക്കൽ ഓർ ഫിസിക്കൽ ഇഞ്ചുറി ഓർ ഡിസബിലിറ്റി. നേരത്തെ പറഞ്ഞ മാതിരി വീൽ ചെയർസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണോ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമായിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റിക്കുള്ള പേഴ്സൺസ് എന്തെങ്കിലും എന്താണ് ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആണ് സാധാരണയായിട്ട് വീൽ ചെയർസ് ഉപയോഗിക്കുന്നത്. കുറച്ച് അല്ലെ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തായാലും ജസ്റ്റ് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്രാഷ് ക്രാഫ്റ്റ് ട്രോളി അല്ലെ, അതെല്ലാം ഞാൻ ജസ്റ്റ് ഇത്തിരി നേരം സൈലന്റ് ആയിരുന്നു. നിങ്ങൾ വായിച്ചു, പതി നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, അത് നിങ്ങൾ വായിച്ചൊന്ന് ക്യാച്ച് ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ട് സൈലന്റ് ആയിട്ട് നിന്നതാണ്. അതായത് മെഷീൻസ് അത്യാവശ്യം പരിചിതമായ മെഷീൻസ് തന്നെയാണ്. പിന്നെ ഇതിലൊരു ഡൗട്ട് വന്നത് ക്രാഷ് ക്രാഫ്റ്റ് ട്രോളി ആരോ ചോദിച്ചു. ക്രാഷ് ക്രാഫ്റ്റ് ട്രോളി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ഒരു എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും കാഷ്വാലിറ്റിയിൽ പെട്ടെന്ന് അല്ലെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ടതുണ്ടാവും അല്ലെ. എമർജൻസി ആയിട്ട് ആ വ്യക്തിയെ പിക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്നിച്ച് ചിലപ്പോൾ ഈ ആക്സിഡന്റ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. അത് ആ ഫ്ലോ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഷീൻസിന്റെ ആവശ്യകത ഉണ്ടാവും, മെഡിസിൻസിന്റെ ആവശ്യകത ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യകതകൾ പെട്ടെന്ന് തന്നെ നിറവേറ്റതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഓരോ മെഡിസിൻ ഓരോന്ന് പോയി എടുക്കുക എന്ന് പറയുന്നത് ആ സമയം വിലപ്പെട്ടതായത് കൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാണ്. അത് ആ സമയത്തിന് തന്നെ ആ രോഗിക്ക് എത്തിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള ട്രേ കൂടിയോ അല്ലെങ്കിൽ ട്രോകളൊക്കെ നിറച്ചിട്ട് എന്താണ് ഒരു വലിയ ട്രോളിയില് നമുക്ക് വീൽ ചെയർ ആക്കിയാവുമ്പോ വീല് അല്ലെ, അതൊരു വീൽ ചെയർ അല്ല വീലോട് കൂടിയിട്ടുള്ള ട്രോളി ആവുമ്പോ നമുക്ക് എവിടേക്കും അത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഡ്രോ അല്ലെ അതുകൾ വരുമ്പോൾ നമുക്കറിയാം അത് ഓരോ പ്ലേസിലേക്കും ഓരോ സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കാനായിട്ടും സാധിക്കും. അപ്പൊ വ്യത്യസ്ത ഷെൽഫുകളോട് കൂടിയതോ ഡ്രോകളോട് കൂടിയതോ വീലോട് കൂടിയ മൂവ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ട്രോളികളിൽ വ്യത്യസ്ത ഉപകരണങ്ങളും എന്താണ് മെഡിസിൻസും അല്ലെങ്കിൽ വ്യത്യസ്ത ഇപ്പൊ നമ്മൾക്കറിയാം അതൊക്കെ ഒപ്പിക്കളയാനായിട്ട് പഞ്ഞി അല്ലെ കോട്ടനും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ അവിടെ ആവശ്യമാണ്. എല്ലാം കൂടി ഒരു ഒറ്റ ഇതിൽ തന്നെ ഒരു ഒറ്റ ട്രോളിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ട് അത് പെട്ടെന്ന് മൂവ് ചെയ്ത് ആ പേഷ്യൻസിനോടൊപ്പം തന്നെ കൊണ്ടുപോകുമ്പോൾ എന്താണ് ഓരോ കാര്യങ്ങൾ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ക്രാഷ് ക്രാഫ്റ്റ് ട്രോളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ഡ്രോകളോ ഷെൽഫുകളോ അതെ കാർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാന് പറയുമ്പോ ക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്, കാർട്ട് തന്നെയാണ് കേട്ടോ. ക്രാഷ് കാർട്ട് ട്രോളി മാറിപ്പോയിട്ടുണ്ടോ പറഞ്ഞത് എനിക്കറിയില്ല. ക്രാഷ് കാർട്ട് ട്രോളി എന്നാണ്. ഇത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുമുണ്ട് ഇവിടെ. ഒരു ചെറിയതാണ്. ഇതിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി ചിലപ്പോൾ ഈ ഷെൽഫുകൾ അല്ലെ ഇതുകൾ കാണിച്ചിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ചില ഇതുകൾ നമുക്കറിയാം മെഡിസിൻസിന് മാത്രമൊക്കെ ആകുമ്പോൾ കുറെ ഡ്രോകളായിരിക്കും അല്ലെ, അതിന്റെ ഉള്ളിൽ ഓരോ മെഡിസിൻസ് ആയിരിക്കും അവിടെ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് പിന്നെ SS ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെയൊക്കെ ഇത് മോഡല് അത് മൊത്തത്തിൽ സ്റ്റീലിന്റെ ചെറിയ സ്റ്റീലും കൊണ്ടായിരിക്കും അത് മൊത്തത്തിൽ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഓരോ ബോക്സുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഏത് ബോക്സിലും ഏത് ഡ്രോയിലും ഒക്കെ ഓരോന്ന് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചേക്കുന്നതാണ്. ഇത്തരത്തില് അല്ലെ നമുക്കൊരു ബേസൻ പോലെയുണ്ട്, പിന്നെ കണ്ടോ ഇതൊരു ഇതുപോലെ അല്ലെ നമുക്ക് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ സൂക്ഷിച്ച് വെക്കാം അല്ലെ, കീപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഇങ്ങനെ ഇവിടെയും ഉണ്ട് മെഡിസിൻസ് സംഭവങ്ങളൊക്കെ. പിന്നെ ഷെൽഫുകളൊക്കെ ഉണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്നിച്ച് ഉൾക്കൊള്ളിച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് അല്ലെ ചലിക്കാൻ പറ്റുന്ന വീലും കൂടിയുമുണ്ട്. അപ്പൊ എവിടേക്കെങ്കിലും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്ത് കിട്ടും. ഓക്കെ, പിക്ചറിലുള്ളത് SS ട്രോളി ആണെന്ന്. സെയിം ആണ്, സ്റ്റീൽ ഇതും സ്റ്റീലിന്റെ തന്നെ ഫ്രെയിം തന്നെയാണല്ലോ. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ട്രോളി എന്നുള്ളത് മനസ്സിലായോ? ഇത് വ്യത്യസ്ത രീതിയിലും ആവാം എന്നുള്ളത് മാത്രം. ഇനി നമുക്ക് ഇനി എന്തെങ്കിലും താഴേക്ക് പോകാം. വീൽ ചെയർ നമ്മൾ കണ്ടായിരുന്നു, മാനുവലിയും ഉപയോഗിക്കാം, അതേമാതിരി തന്നെ സിസ്റ്റമാറ്റിക്കലി അല്ലെ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ സിസ്റ്റമാറ്റിക്കലി അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീൽ ചെയർസും ഉണ്ടായിരുന്നത്. സ്ട്രക്ചേഴ്സും നമുക്ക് കാണുന്ന അല്ലെ ഇതിലും കാണുന്ന മാത്രം തന്നെ നമ്മളും കണ്ട് പരിചിതമായിട്ടുള്ള സംഭവം തന്നെയാണ്. എ സ്ട്രക്ചർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ക്യാരിയിങ് പേഷ്യൻസ്
ഹു നീഡ് മെഡിക്കൽ കെയർ, അതായത് പെട്ടെന്ന് തന്നെ അല്ലെ നമുക്ക് മെഡിക്കൽ കെയർ കിട്ടേണ്ടത് വരുമ്പോൾ സ്ട്രക്ചറിൽ, അതായത് വ്യക്തിക്ക് സ്വമേധയെ നടന്നു പോകാനോ അല്ലെങ്കിൽ വീൽ ചെയർ ഉപയോഗിച്ചിട്ടൊന്നും പോകാനായിട്ട് പറ്റാത്ത വിധത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ പേഷ്യൻസിനെ വഹിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെ അത് നമ്മൾ കിടത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ സ്ട്രക്ചറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. Structures are mainly used in acute out of hospital care situation by emergency medical service. അതായത് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അല്ലെ അക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രോബ്ലംസ് സംഭവിക്കുമ്പോഴാണ് സാധാരണയായിട്ട് സ്ട്രക്ചേഴ്സ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ സർവീസസ് സേവനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ ഉപയോഗിച്ചത് അല്ലെ. പെട്ടെന്ന് തന്നെ അപ്പൊ സ്ട്രക്ചറിലൂടെയാണ് നമുക്ക് പെട്ടെന്ന് ഈ വ്യക്തിയെ മൂവ് ചെയ്ത് എത്രയും പെട്ടെന്ന് എവിടെയാണ് എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ആംബുലൻസിലൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോഴും സ്ട്രക്ചറിലൂടെയാണ് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കും. പിന്നെ നെക്സ്റ്റ് എന്താണ് സെക്ഷൻ മെഷീൻ. എന്താണ് സെക്ഷൻ മെഷീൻ എന്ന് പറയുന്നത്? എ സെക്ഷൻ മെഷീൻ ഈസ് എ മൂവബിൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ഫോർ സക്കിംഗ് ഫ്ലൂയിഡ്സ് ഫ്രം പേഴ്സൺസ് എയർവേസ് ആൻഡ് മൗത്ത്. അതായത് നമുക്കറിയാം നമ്മൾ അല്ലെ പൊതുവെ ഇതിൽ കാണുന്നതിനേക്കാൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഡെന്റിസ്റ്റിന്റെ ഇതില് ട്രീറ്റ്മെന്റിനൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് വായിൽ വെള്ളമൊക്കെ വരുമ്പോഴല്ലേ അവര് അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിൽ പൊതുവെ നമ്മളുടെ സെക്ഷൻ, അതായത് വായുവിലൊക്കെ എന്തെങ്കിലും വെള്ളം കൊടുത്തു വരുമ്പോൾ മെഡിസിൻസിന്റെ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ചില ട്രീറ്റ്മെന്റിന്റെ ബേസിൽ നമുക്ക് സ്വമേധീയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന സമയങ്ങളിലൊക്കെ സെക്ഷൻ മെഷീൻ ഉപയോഗിക്കും. അങ്ങനെ സെക്ഷൻ മെഷീൻ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഈ മെഡിസിൻസ് അല്ലെ മെഡിസിൻ കൊടുക്കേണ്ട സമയങ്ങളിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഒക്കെ എന്തെങ്കിലും എന്താ പറയുക കഫൊക്കെ വരുമ്പോൾ അത് വലിച്ചെടുത്ത് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഫ്ലോ മീറ്റർ. ഫ്ലോ മീറ്ററിൽ എന്താ പറയുന്നത്? എ ഡിവൈസ് കൺട്രോൾസ് ആൻഡ് ഗ്യാസസ് ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ്. In anesthetic gas machine, it is the flow meter that gas by spread of flow based on their viscosity and density. നിങ്ങള് പൊതുവെ അല്ലെ നിങ്ങളിപ്പോ ഓരോ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കൊടുത്ത് പേഷ്യൻസിനെ കിടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ഇവിടെ അല്ലെ ഇങ്ങനെ തിരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ആ ഓക്സിജന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. കൂടുതൽ ഒരു രോഗിക്ക് ഒരുപാട് പ്രഷർ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പൊതുവെ അല്ലെ അങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ അറിയാൻ പറ്റും അതിനോട് ചേർന്ന് ഇങ്ങനെയുള്ള ഒരു കൺട്രോളിങ് സംഭവം ഉണ്ടാകും. കൂടുതൽ ഇതൊന്നും ഗ്യാസ് ആണെങ്കിലും പമ്പ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ആ ഒരു കൺട്രോളബിലിറ്റി അതനുസരിച്ചിട്ടാണ് അത് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഇത് തിരിക്കുന്നതനുസരിച്ചിട്ട് ഈ ഇതിൽ കറക്റ്റ് ആയിട്ട് ടേൺ ചെയ്ത് കാണിക്കും. ആ ടേൺ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ആ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? എ ഡിവൈസ് കൺട്രോൾസ് ആൻഡ് ഗ്യാസസ് ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ് ഇൻ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ. ഇതൊന്നും നമുക്കറിയാലോ, ഇതിന്റെ ഒക്കെ വായുവാണ്. അത് ഇങ്ങനെ എന്താണ് അത് ഫ്ലോ, അതിന്റെ ഫ്ലോ ഓവർ ഫ്ലോ ഒന്നാവാൻ പാടില്ല. അതിനൊന്നും നമുക്ക് പിടിച്ച് കൺട്രോൾ ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പൊ അതിനൊരു ഇത് അല്ലെ എത്രയും പെട്ടെന്ന് കൂട്ടുക എന്നുള്ളത്. നമ്മളിപ്പോ ഗ്യാസിന്റെ സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഗ്യാസ് എന്താണ് അതിന്റെ ഒരു റെഗുലേറ്റർ ഉണ്ടല്ലേ, നമ്മളത് പുഷ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്യും. അത് ഓവർഫ്ലോ ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്നല്ലേ നമ്മളത് ഗ്യാസ് മൊത്തത്തിൽ സിലിണ്ടറിൽ ചെന്ന് ഓഫ് ചെയ്യും. അതിന്റെ ഒരു ചെറിയൊരു സിസ്റ്റം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഫ്ലോ കൺട്രോൾ ചെയ്ത് അതിന്റെ പക്ഷെ ഗ്യാസിൽ നമ്മൾ ഒന്നിച്ചാണ് ഓൺ ആക്കുന്നത്. ഇതിന് പക്ഷെ കൺട്രോളബിലിറ്റി ആ പേഷ്യന്റിന്റെ അതനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്ത് എത്രത്തോളം കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് കൂട്ടുക, പിന്നെ എന്താണ് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് ശരിയാക്കി കൊടുക്കും. എപ്പോഴും നമുക്കറിയാം എപ്പോഴും ചില കാര്യങ്ങളല്ലേ യൂസ് ചെയ്യേണ്ടതായിട്ടൊന്നും വരില്ല. ചില സമയങ്ങളിലെല്ലാം അത് ചില പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ in anesthetic gas machine it is the flow meter that gases by speed of flow based on their viscosity and density. അതിന്റെ ആ ഒരു അല്ലെ സാന്ദ്രതയും കപ്പാസിറ്റി ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. എന്താണ് സിറിഞ്ച് പമ്പ്. ചില മെഷീൻസ് ഒക്കെ അല്ലെ അത് ഈ ക്ലാസ്സിൽ നിങ്ങൾ കുറെ പേര് ഇത് ഡെയിലി കാണുന്നവരുണ്ടാവും, ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ. ചില മെഷീൻസ് ഒക്കെ റയർ ആയിട്ട് അല്ലെ ഓരോരുത്തരുടെ യൂസേജ് അനുസരിച്ചിട്ട് ചിലരെ കണ്ടിട്ടുണ്ടാവും.
ചിലര് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. വളരെ റയർ ആയിട്ടുള്ള മെഷീൻസ് മാത്രമേ ആദ്യമായിട്ട് കാണേണ്ടതുണ്ടാവുള്ളൂ. മിക്കവാറും എല്ലാ മെഷീൻസും നമുക്ക് പരിചിതമായിട്ടുള്ളത് തന്നെയായിരിക്കും. നോക്കാം, സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് സിറിഞ്ച് ഡ്രൈവർ ഓർ സിറിഞ്ച് പമ്പ് ഈസ് എ ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ്. സം കൺസിസ്റ്റ് ഓഫ് ഇൻഫ്യൂസ് ആൻഡ് വിത്ത് ഡ്രോ കപ്പാസിറ്റി. അതായത് നമുക്ക് ഒരു വ്യക്തിക്ക് അല്ലെ, ആ വ്യക്തിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആ വ്യക്തിക്ക് ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ ഒരുപാട് എടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ. അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് മാത്രമേ മെഡിസിൻസ് കൊടുക്കാനായിട്ട് സാധിക്കൂ. ആ ഒരു കപ്പാസിറ്റി ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഗ്യാസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ മാത്രം ഇതും സിറിഞ്ച് പമ്പിന്റെ പ്രത്യേകത എന്താണെന്ന്, ഒരു വ്യക്തിക്ക് അതിന്റെ നിയന്ത്രിതമായ രീതിയിൽ രോഗിയുടെ ശരീരത്തിലേക്ക് ദ്രാവകങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻസ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. സിറിഞ്ച് ഡ്രൈവർ ഓർ സിറിഞ്ച് പമ്പ് ഈസ് എ ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ്. അതുകൊണ്ടാണ് അതിനെ ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ചെറിയ ഇൻഫ്യൂഷൻ പമ്പ്. സം കൺസിസ്റ്റ് ഓഫ് ഇൻഫ്യൂസ് ആൻഡ് വിത്ത് ഡ്രോ കപ്പാസിറ്റി capability used to administer gradually small amount of fluid with or without medication to a patient or for use in chemical and biomedical research. അതിന്റെ ആ ഒരു റിസർച്ചിന് ശരിക്കും പറഞ്ഞാൽ ഇത് ആധികാരികമായിട്ട് നമുക്ക് അല്ലെ എന്തിന്റെ ഒരു ഇതിന്റെ ആ വ്യക്തിയുടെ സ്റ്റേജ് അനുസരിച്ചിട്ട് ചിലപ്പോൾ എല്ലാ വ്യക്തികൾക്കും അല്ലെ റയർ ആയിട്ടുള്ള ഒരു മെഷീനാണ്, നമുക്ക് ഇത് മനസ്സിലാവും. കാരണം എല്ലാവർക്കും ഇത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നില്ല. പക്ഷെ സിറിഞ്ച് പമ്പിന്റെ ആ ഒരു പ്രത്യേകത ആ വ്യക്തിക്ക് അതനുസരിച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അത് കുറച്ച് അല്ലെ നമ്മുടെ ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യേണ്ടതുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് നോക്കാം. 13th സിറിഞ്ച് പമ്പ് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നേരത്തെ കണ്ട പമ്പുകളൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. സിറിഞ്ച് പമ്പ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഒന്നും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇതില് പ്രധാനമായിട്ട് പറയുന്നത് ഒരു നിയന്ത്രിത രീതിയിൽ ഒരു രോഗിയുടെ ശരീരത്തിലേക്ക് ദ്രാവകങ്ങൾ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ്. അതായത് നമുക്ക് നമ്മൾ ഗ്യാസിന്റെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ ആവശ്യത്തിന് ഒരു ഇച്ചിരി കൂടി അല്ലെ വലിയ പ്രോബ്ലംസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ സ്വമേധയാ നമുക്ക് റൈസ് ട്യൂബിലൊന്നും കൊടുക്കാൻ പറ്റാത്തത്രയും സ്റ്റേജുകളൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള മെഷീന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ മെഡിസിൻസ് അല്ലെങ്കിൽ ഈ ഫുഡുകളെല്ലാം എത്തിക്കുന്നത്. അപ്പൊ ഇത് സാധാരണയായിട്ട് ഒരു മെഡിക്കൽ ഉപകരണമാണ് ഭാഗ്യ ഇൻഫ്യൂഷൻ പമ്പ്. അതായത് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇൻഫ്യൂഷൻ പമ്പുകൾക്ക് വലിയതോ ചെറുതോ ആയ അളവിൽ ദ്രാവകങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും. അതായത് നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വലിയ കുഴപ്പമില്ല, ഈ പേഷ്യന്റ് ഇപ്പൊ പ്രശ്നമില്ല, അങ്ങനെ ഇച്ചിരി കൂടുതൽ അതല്ലെങ്കിൽ കുറച്ചല്ലേ പറ്റില്ല, ഇന്നത്തെ കണ്ടീഷൻ മോശമാണ്, അപ്പൊ ചെറിയ രീതിയിലുള്ള ദ്രാവകങ്ങളെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അത്രയും എമൗണ്ട്, അപ്പൊ ലിറ്റിൽ എമൗണ്ട് അത്രയും മാത്രമേ ഈ ദ്രാവകങ്ങൾ ഇദ്ദേഹത്തിന് അല്ലെ ഈ പേഷ്യന്റിന് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഇതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ സിറിഞ്ച് പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഞാൻ വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കുകൾ, കീമോതെറാപ്പി മരുന്നുകൾ, വേദന സഹായകൾ എന്നിവ പോലുള്ള അല്ലെ പോഷകങ്ങളോ മരുന്നുകളോ വിതരണം ചെയ്യാനായിട്ടും ഇത് ഉപയോഗിക്കും.
ഇപ്പൊ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അല്ലെ ദ്രാവകങ്ങൾ ശരിക്കും മതിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനാണ് ഇത് പൊതുവെ ഉപയോഗിക്കുന്നത്. അത് എമൗണ്ട് അനുസരിച്ചിട്ട് എത്രത്തോളം അല്ലെ, നമുക്ക് ചില ഉപകരണങ്ങളുടെ പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്കറിയാം അതിൽ എപ്പോഴും ഒരു ബേസ്ഡ് ആയിരിക്കും. ഇത് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. പക്ഷെ ഇതനുസരിച്ചിട്ട് നമുക്ക് ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂവെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർമോണുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കീമോതെറാപ്പി മരുന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും ഇതിലൂടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നമുക്ക് പരിചിതമായ ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് അല്ലെ. സ്റ്റെതസ്കോപ്പ് നമ്മൾ എപ്പോഴും ഏത് ഹോസ്പിറ്റലിൽ ഏത് ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോഴും ആദ്യം ഡോക്ടർ കൈകാര്യം അല്ലെ, ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ കഴുത്തില് ഈ ഒരു ഉപകരണം ഉണ്ടാകും. സ്റ്റെതസ്കോപ്പ് ഈസ് ആൻ auditory medical device for oscillation or listening to the inner sounds of an animal or a human body. നമുക്കറിയാം ഇത് ധരിച്ചിട്ട് ഇത് എന്തിനു വേണ്ടിയാ ധരിക്കുന്നത്, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ അത് കൃത്യമായിട്ടുള്ള താളത്തിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഈ ഒരു ഉപകരണം അല്ലെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇതിന്റെ അറ്റത്തല്ലെ ഡിസ്ക് പോലെയുള്ള ഒരു ഇതാണ്. അതാണ് സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുന്നത്. അവര് ചെവിയിൽ അല്ലെ അതിന്റെ ഒരു രണ്ടറ്റത്തും ചെവിയിൽ അത് ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൗണ്ടുകൾ കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അത് ചെവിയിൽ അവര് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ഹാവ് എ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസൊണേറ്റർ ദാറ്റ് ഈസ് പുട്ട് അഗെയിൻസ്റ്റ് ദ ചെസ്റ്റ് അല്ലെ, ചെസ്റ്റിലേക്ക് വെച്ചിട്ടാണ് ഈ സൗണ്ട് നമ്മൾ ഡോക്ടേഴ്സ് കേൾക്കുന്നത്. ആൻഡ് 2 ട്യൂബ്സ് കണക്റ്റഡ് ടു ഇയർ പീസസ്, അതായത് 2 ഇയേഴ്സിലേക്കും 2 പീസ് അല്ലെ ട്യൂബുകളുണ്ട്, അത് ഇയറിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. Then it is often used to hear the sounds of the lungs and heart. ഹേർട്ടിന്റെയും ലങ്സിന്റെയും പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് അല്ലെ ആന്തരിക അവയവങ്ങളാണ്. അത് കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് അതിനെ കേൾക്കാനായിട്ട് സാധിക്കും. എന്തോ അല്ലെ ഇവരുടെ ആ ഒരു ശ്വസനത്തിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, സംതിങ് റോങ് ആണ്. അപ്പൊ ഒരുപാട് കൂടുതലാണെങ്കിൽ ഡോക്ടേഴ്സ് പെട്ടെന്ന് എക്സ്റേ ഒക്കെ ചെയ്യും അല്ലെ, വലിയ കുഴപ്പമില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, മെഡിസിൻസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നത് ഈ ഒരു ഉപകരണത്തിന്റെ ബേസിലാണ്. ആ ഉപകരണത്തിന്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ക്രാഷ് കാർട്ട് നമ്മളിവിടെ ഒരു വീടില് പഠിച്ചിരുന്നല്ലേ, നിങ്ങൾക്ക് റോഡിൽ പറഞ്ഞു തരുന്ന ഒരു പേര് തന്നെയാണ് എന്ത്, ക്രാഷ് കാർട്ട് അല്ലെ. അത് തന്നെയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്, ക്രാഷ് കാർട്ട്. And it is known by the other name like hot cart and max cart. Crash cart or hot cart or max cart, it is a set of trays drawer shelves on the wheels used in hospitals for transportation and dispensing of emergency medication equipment at the site of medical or surgical emergency for life support protocols, ACLS, ALS, or to potentially save someone's life. അതായത് നമ്മൾ നേരത്തെ അല്ലെ ഡിസ്കസ് ചെയ്ത അതേ ഉപകരണം, അത് ക്രാഷ് കാർട്ടില് നമ്മൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. പെട്ടെന്ന് അല്ലെ ഡ്രോയോട് കൂടിയിട്ട് നമ്മുടെ വീലോട് കൂടിയിട്ട് സാധാരണയായിട്ട് നമ്മളപ്പോ വ്യത്യസ്ത തരത്തിലുള്ള ഡ്രോകൾ ഉണ്ടാവുമെന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതൊരു മോഡലാണ് നമ്മൾ നേരത്തെ കണ്ടു, ട്രേസ് അതിന്റെ ട്രോളിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇത് എന്താണ്, ക്രാഷ് കാർട്ട് ട്രോളി. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിക്ചർ സഹിതം കാണിച്ചു തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ പറയാനുള്ളതും. എന്താണ്, എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വ്യത്യസ്ത ഷെൽഫുകളോട് കൂടിയ സംഭവങ്ങളാണിത്. അതിലാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും മരുന്നുകളും എന്തെങ്കിലും അല്ലെ നമ്മളെ പനിയോ എന്തെങ്കിലും സംഭവങ്ങളോ എല്ലാം എന്താണ് ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് എത്തിക്കേണ്ട പ്ലേസുകളിൽ ഇത് മൂവ് ചെയ്ത് എത്തിച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നെബുലൈസർ. നെബുലൈസർ എന്താണ്? ഇത് നമ്മള് അതിന്റെ മാസ്ക് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അന്നേരം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. നെബുലൈസർ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മള് എന്താണ് ചുമയും ശ്വാസം മുട്ടൊക്കെ വരുമ്പോൾ നെബുലൈസർ അതിന്റെ മെഷീൻ ഉപയോഗിക്കാറുണ്ട്.
ആവി പിടിക്കാനായിട്ട്. ശരിയാ. ഓക്കെ, സ്റ്റീം ഇൻഹേലർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നെബുലൈസർ ഉപയോഗിക്കുന്നത് എല്ലാവരും തന്നെ പരിചിതമായിട്ടുള്ള മെഷീൻ തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് used to give medication in the form of mist inhaled into the lungs. Then അതിൽ പറയുന്നുണ്ട് അല്ലെ, ആവി, അത് ആവി പിടിക്കാൻ വേണ്ടി നമുക്കറിയാം. ഇതിന്റെ എന്താണ്, കുറച്ച് അളവില് ഒരു മെഡിസിൻസ് അതിലേക്ക് ഒഴിച്ചിട്ടാണ് അല്ലെ, അതിലേക്ക് ഇത് ചെയ്തിട്ടാണ് നമുക്ക് ഇലക്ട്രിക് അതിന്റെ ആ പ്ലഗിൽ വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ മെഡിസിൻസ് ആവിയായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പോയി നമ്മുടെ ശ്വാസത്തിലേക്ക് അല്ലെ എളുപ്പം നമ്മുടെ ശ്വസന നാളത്തിലേക്ക് എത്താറുണ്ട്. മറ്റു ഇതികളിലേക്കൊന്നും പോകാതെ അല്ലെ കറക്റ്റ് പൊസിഷനിൽ തന്നെ ആ ഒരു മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് ആവി എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെബുലൈസർ ആണ് മെയിൻലി യൂസ് ചെയ്ത ട്രീറ്റ്മെന്റ് ഓഫ് എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ്, ആസ്മ, COPD ആൻഡ് അതർ റെസ്പിറേറ്ററി ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ്. അതായത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അല്ലെ നമ്മുടെ മതിയായ അളവിൽ ഓക്സിജൻ എടുക്കാതെ കാർബൺ ഡയോക്സൈഡ് കൃത്യമായ അളവിൽ പുറത്തുവിടാതിരിക്കുന്ന അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരുന്നവര്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള റെസ്പിറേറ്ററി നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്കും ഈ ആവി അല്ലെ നമ്മുടെ നെബുലൈസർ മെഷീൻ ഉപയോഗിക്കാറുണ്ട്. സാധാരണയായിട്ട് ആവി പിടിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെ ആ ഒരു രീതി തന്നെയാണ് ഇതിൽ കൃത്യമായിട്ട് ചെയ്യുന്നത്. സ്റ്റീം ഇൻഹേലർ, ഇത് മറ്റൊരു തരത്തിൽ ആവി പിടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വ്യത്യസ്ത മോഡലുകളുണ്ട്. അതായത് ചെറിയവർക്കും വലിയവർക്കും അതനുസരിച്ചിട്ടുള്ള മോഡലിൽ തന്നെ നമുക്ക് ആവി പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ദ മോസ്റ്റ് കോമൺ ആൻഡ് മേജർ ബെനിഫിറ്റ് ഓഫ് ദ നാച്ചുറൽ സ്റ്റീം ഇൻഹേലേഷൻ തെറാപ്പി is a marvelous way of treating the respiratory problems or complications generated with the warm and moist air while inhaling with this process of steam inhalation. നമുക്കറിയാം ഇത് അല്ലെ, ആദ്യം നമ്മള് സാധാരണയായിട്ട് നമ്മുടെ വീടുകളുടെ പ്രാഥമിക ചികിത്സ അല്ലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്റ്റീം ഇൻഹേലർ ഒക്കെ മിക്കവാറും എല്ലാവരുടെ വീടുകളിൽ തന്നെ ഉണ്ടാകും. നമുക്കറിയാം നമ്മൾ പ്ലഗിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് അല്ലെ നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആവി പിടിക്കുക എന്നുള്ളത്. അപ്പൊ ഇതില് നമുക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് സാധാരണയായിട്ട് ഈ ഇതിന്റെ അല്ലെ ആവി പിടിക്കാനായിട്ട് വീടുകളിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. സാധാരണയായിട്ട് കോമൺലി, അതുകൊണ്ടാണ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ആവി പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ തന്നെയാണിത്. മോസ്റ്റ് കോമൺ ആയിട്ട് മേജർ ബെനിഫിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണ്, നാച്ചുറൽ ആയിട്ട് അല്ലെ നമുക്ക് പ്രകൃതി തരുന്ന രീതി. ആദ്യം നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടാണ് അല്ലെ ഇന്നത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പൊതുവെ പോകാറ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ എന്താണ് എങ്ങനെയെങ്കിലും അല്ലെ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഇൻഹേലറൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് സ്റ്റീം പോലെയുള്ള ഇൻഹേലറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആവി പിടിപ്പിച്ച് അവർക്ക് മൂക്കിലുള്ള തടസ്സങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് ഓക്കെ ബെറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ രീതിയിൽ വലിയ പ്രശ്നമില്ലാതെ കൊണ്ടു നടക്കും. നെക്സ്റ്റ് നമ്മളല്ലേ അതിനുശേഷമൊക്കെയാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ്. പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പനികളൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ റെസ്പിറേറ്ററി പ്രോബ്ലം സാധാരണ കുട്ടികൾക്ക് വരാവുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ സ്റ്റീം ഇൻഹേലറൊക്കെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതിലെ പ്രധാനമായിട്ട് എന്താണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ് കോംപ്ലിക്കേഷൻസ് generated with the warm and moist air while inhaling with this process of steam inhalation. ഇതിങ്ങനെ ആവി വരും, ആ ആവി നമുക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ ശ്വസിച്ച് അല്ലെ നമ്മുടെ ആ പ്രോബ്ലംസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എക്കോ ടെസ്റ്റും ചിലരൊക്കെ അല്ലെ ചിലരെങ്കിലും അതിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. എക്കോ ടെസ്റ്റ് സാധാരണയായിട്ട് ഇതിനെ ഉപയോഗിക്കാറ് സാധാരണ ആരെങ്കിലൊക്കെ എക്കോ ടെസ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ടാവും? ഇല്ല. എങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം എന്താണ് ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ദ നെയിം ഓഫ് എക്കോകാർഡിയോഗ്രാഫി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർ ഡയഗ്നോസ്റ്റിക് കാർഡിയക് അൾട്രാസൗണ്ട്, അതായത് നമ്മുടെ ഹേർട്ട് ഡിസീസസ്. യെസ്, കറക്റ്റ് ആണ്. നമ്മുടെ ഹേർട്ടിന്റെ ഡിസീസസ് അല്ലെ നമ്മളെ ഡോക്ടേഴ്സ് ചിലപ്പോഴൊക്കെ പറയും നിങ്ങൾ ഒരു എക്കോ എടുത്തിട്ട് വരാൻ പറയും. എന്തുകൊണ്ടാണ് എക്കോ എടുക്കാൻ പറയുന്നത്? ഇത് ഹേർട്ടിന്റെ ആ ഒരു ഫംഗ്ഷൻ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ എന്തെങ്കിലും ബ്ലോക്കോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് എക്കോ ടെസ്റ്റിന് വിധേയമാകുന്നത്.
An echo uses sound waves to design head hole. Head hole-കളൊക്കെ മനസ്സിലാക്കാൻ തന്നെയാണ്. And echo uses sound waves to design pitches. വാൽവുകൾക്ക് അല്ലെ, നമ്മള് വാൽവുകൾക്ക് എന്തെങ്കിലും ഹോളുകൾ അല്ലെ ചെറിയ രീതിയിലുള്ളതെന്തെങ്കിലും നമുക്കറിയാം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ an echo uses sound waves to design picture of your heart chambers, then walls and the blood vessels. അതായത് നമുക്കറിയാം ഹേർട്ട് അത് സിറ്റുവേറ്റ് ചെയ്താലേ വാൽവുകളും അതിന്റെ ആ ഒരു അല്ലേ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചാമ്പേഴ്സ് ഒക്കെ, അതേമാതിരി തന്നെ അതിന്റെ ഭിത്തികൾ, അതേമാതിരി ബ്ലഡ് വെസൽസ് കണക്ട് ചെയ്തിട്ടുള്ള വെസൽസ്, ഇതെല്ലാം അല്ലേ നമുക്ക് അറിയാം അല്ലെ. നമ്മള് കുറെ ഇതുകളുണ്ട്, ആർട്ടറീസ്, വെയിൻസ് അല്ലെ, നാടികളും അതേമാതിരി ധമനികളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഹാർട്ടിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും എന്തെങ്കിലും ചെറിയ ഹോളുകൾ ഉണ്ടെങ്കിൽ എന്താണ്, അത് നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിൽ തന്നെ അത് ബാധിക്കും. ഘട്ടമായി ബന്ധപ്പെട്ട ചെറിയ ഒരു എന്തെങ്കിലും ഒഴിവിന്റെ ചെറിയ ഒരു ലീക്കേജ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ശരീരത്തിനെ എഫക്ട് ചെയ്യും. അപ്പൊ ചിലർക്കെങ്കിലും ഇങ്ങനെ പ്രോബ്ലംസ് വരുമ്പോൾ ഒരു എക്കോ എടുത്തിട്ട് വരാൻ പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഡോക്ടേഴ്സിന് മനസ്സിലാവും ഇത് പ്രോബ്ലം എന്നുള്ള കാര്യമില്ല അല്ലെ, വലിയ വിഷയമുള്ളതൊന്നല്ല. പക്ഷെ ചിലർക്ക് കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ ഹോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. Then attached to your vein, a probe called a transducer is passed over your chest. അപ്പൊ ഇതിലൂടെ എന്തെങ്കിലും അല്ലെ രക്തപ്രവാഹമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം വളരെയധികം അല്ലെ പ്രോബ്ലംസ് സംഭവിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു പ്രോബബിലിറ്റി, അതിന് ചാൻസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കോ എന്ന ടെസ്റ്റിന് വിധേയമാണ്. എക്കോ ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ECG പോലെയുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസ് അതിലും ഉണ്ടാകും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അത് കൃത്യമായിട്ട് കാണിച്ചു തരും. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരുപാട് പെട്ടെന്ന് ഈ മെഷീൻസ് കവർ ചെയ്ത് പോകണം എന്നില്ല, പതിയെ പതിയെ അല്ലെ നമ്മുടെ പോർഷൻസ് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ കവർ ചെയ്തിട്ട് റിവിഷൻ എടുത്തിട്ട് ഒന്നും മനസ്സിലാവാതിരിക്കേണ്ട. മാക്സിമം ഇപ്പൊ പതിയെ പതിയെ മെഷീൻസ് പഠിപ്പിച്ച് പോകുക എന്നുള്ളതാണ്. മെഷീൻസ് പെട്ടെന്ന് ചിലർക്ക് എങ്കിലും അതെല്ലാം ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മെഷീൻസ് ഒന്ന് പഠിച്ചു പോകും. കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമ്മൾ അതനുസരിച്ചിട്ട് തന്നെ മെഷീന്റെ പേരുകൾ എഴുതണം. ജസ്റ്റ് ആ മെഷീന്റെ പേരുകൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, വായിച്ചു പോയാൽ മതി, പതിയെ പോവാം. നിങ്ങൾ നെക്സ്റ്റ് മൺഡേ വരുമ്പോ ഞാൻ എടുത്ത പോർഷൻസ് ഒന്ന് കരുതി വെക്കണേ. നോക്കട്ടെ, ഫ്രൈഡേ മിക്കവാറും മിസ്സുമാർക്കും എനിക്ക് വഹിത മിസ്സിന്റെയും പോർഷൻസ് ഏതാണ് തീരാറായിട്ടുണ്ട്. മിക്കവാറും മിസ്സും ഇതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കും.
അപ്പോ മൺഡേ ആവുമ്പോഴേക്കും നമ്മുടെ പോർഷൻസിന്റെ നമ്മൾ എടുത്ത പോർഷൻസ് കഴിഞ്ഞ അതിന്റെ പോർഷൻസ് ഉണ്ടാവും. അപ്പൊ അത് മൊത്തം നിങ്ങളൊന്ന് എടുക്കുക. നമുക്ക് നല്ല ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. ഇതിപ്പോ കുറച്ച് അധികമുള്ളത് കൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. അയച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും, ഞാനിപ്പോ 18 വരെ എടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നിങ്ങൾക്ക് ഞാൻ എടുത്തതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്തെടുക്കേണ്ടത് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ വീണ്ടും ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ എടുത്ത ഈ ടൈമില്, അതായത് തേർഡ് ഫോർത്ത് മൊഡ്യൂളില് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരണമെന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രൈഡേ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് എടുത്തോളൂ. അത് നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇത് നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിൽ എന്തായാലും ഇതുവരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മിക്കവാറും മിസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെ മിസ്സിന്റെ അവേഴ്സുകളുണ്ട്. അപ്പോ ഇല്ല എങ്കിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ എന്തെങ്കിലും പോർഷൻസ് എടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രൈഡേ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഈ ഭാഗത്ത് എന്തായാലും ഫ്രൈഡേ എന്റെ ക്ലാസ്സിൽ നിങ്ങൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്തായാലും എടുക്കുക. ഓക്കെ, താങ്ക് യു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ, ക്ലോസ് ചെയ്തോട്ടെ.